ക്വസ്റ്റ്യൻ നമ്പർ 5. ഇതും ഈ ഒരു ക്വസ്റ്റ്യനും ആക്ച്വലി തെർമോഡൈനാമിക്സും അതേപോലെ ചാപ്റ്റർ ഇക്വിലിബ്രിയം തമ്മിൽ ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം കേട്ടോ. ചോദ്യം ഞാൻ വായിക്കാം. ലോഗ് കെ എന്ന് വെച്ചാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നുണ്ട്. എന്താ അപ്പൊ ലോഗ് കെയും 1/2 തമ്മിൽ ഒരു ഗ്രാഫ് വരച്ചപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. അതിന് ഇന്റർസെപ്റ്റും സ്ലോപ്പും ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് അതിന് പറ്റിയൊരു ഇക്വേഷൻ ഉണ്ടാക്കണം. ലോഗ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 1/2 തമ്മിൽ റിലേഷൻ ബേസ്ഡ് ആയിട്ട് ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കണം. എങ്ങനെ നമുക്ക് ഉണ്ടാക്കി നോക്കാം. നമുക്കറിയാം ഡെൽറ്റ ജി നോട്ട് ഈക്വൽ ടു മൈനസ് ആർ ടി എൽ എൻ കെ എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഡെൽറ്റ ജി നോട്ടിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്, ഡെൽറ്റ എച്ച് നോട്ട് മൈനസ് ടി ഡെൽറ്റ എസ് എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും ഡെൽറ്റ ജി അല്ലേ, ഇത് രണ്ടും ഈക്വൽ ആവുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് രണ്ടും എന്താവും, ഈക്വൽ ആവേണ്ടി വരും. അതായത് നമുക്ക് എന്ത് എഴുതി വെക്കാം, മൈനസ് ആർ ടി എൽ എൻ കെ ഈക്വൽ ടു ഡെൽറ്റ എച്ച് നോട്ട് മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് എഴുതാം. അപ്പൊ എൽ എൻ കെ എന്താ, എൽ എൻ കെ is ഈക്വൽ ടു എടാ ഈ മൈനസ് ആർ ടി ഇവിടെ അല്ലേ, എൽ എൻ കെ അവിടെ വെക്കുക, ഈ മൈനസ് ആർ ടി ഇതിനെ കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പം മൈനസ് ഡെൽറ്റ എച്ച് 0/RT മൈനസ് എടാ ടി ഡെൽറ്റ എസ് പറയൂ, പെട്ടെന്ന് പറ. മൈനസ് ടി ഡെൽറ്റ എസ് ഉണ്ട്, ഇത് മൈനസ് ആർ ടി. അപ്പം മൈനസ് ടി ഡെൽറ്റ എസ് ബൈ മൈനസ് ആർ ടി ചെയ്താൽ മൈനസും പ്ലസ് ആകും. ഈ ടിയും ടിയും കട്ട് ചെയ്തു. അപ്പൊ ഡെൽറ്റ എസ് ബൈ ആർ കിട്ടും. എന്ത് കിട്ടും, പ്ലസ് ഡെൽറ്റ എസ് ബൈ ആർ കിട്ടും. അപ്പൊ ഇതാണ് ഇക്വേഷൻ. നമുക്ക് ലോഗ് അപ്പൊ എൽ എൻ കെയും 1/2 നമ്മളുടെ റിലേഷൻ കിട്ടി. നമുക്ക് ലോഗ് കെയും 1/2 അല്ലേ, എൽ എൻ കെ ആണെങ്കിൽ ലോഗിലോട്ട് മാറ്റുക, 2.303 ലോഗ് എന്ന് എഴുതിയാൽ മതി. അപ്പൊ 2.303 ലോഗ് കെ ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എച്ച് 0/RT പ്ലസ് ഡെൽറ്റ എസ് 0/R. ലോഗ് കെയും 1/2 അല്ലേ, അപ്പൊ ലോഗ് കെ മതി നമുക്ക്. ലോഗ് കെ ഈക്വൽ ടു ഈ 2.303 ഇതിനെ കൊണ്ട് എന്ത് ചെയ്യാൻ മതി, ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടും, ഡെൽറ്റ എച്ച് 0/2.303RT പ്ലസ് ഡെൽറ്റ എസ് 0/2.303R കിട്ടി. ആർക്ക് നമ്മൾ ഗ്രാഫ് വരക്കുന്നത്, ലോഗ് കെയും 1/2 വൈയും എക്സും തമ്മിൽ ഗ്രാഫ് വരച്ചാൽ എക്സിന്റെ തൊട്ടടുത്തുള്ള എം സ്ലോപ്പും സി വൈ ഇന്റർസെപ്റ്റും. അതേപോലെ ലോഗ് കെയും 1/2 നമ്മൾ ഗ്രാഫ് വരച്ചാൽ അത് 1/2 നമ്മൾ ഗ്രാഫ് വരച്ചാൽ 1/2 തൊട്ട് മുമ്പുള്ള ഇതിനെ പറയുന്ന പേര് സ്ലോപ്പാ. ഓക്കെ, അപ്പൊ സ്ലോപ്പ് എന്താ, മൈനസ് ഡെൽറ്റ എച്ച് 0/2.303R. വൈ ഇന്റർസെപ്റ്റ് എന്താ, ഈ സി ആണ് വൈ ഇന്റർസെപ്റ്റ്. ഇതാണെന്ത് ഇവിടുത്തെ വൈ ഇന്റർസെപ്റ്റ്, അതായത് ഇതാണ് വൈ ഇന്റർസെപ്റ്റ്. ഓക്കെ, ഓപ്ഷൻ 2 എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. 2 ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക. നല്ല ചോദ്യം, മനസ്സിലായല്ലോ. ലോഗ് കെയും 1/2 നമ്മൾ ഗ്രാഫ് വരച്ചാൽ 1/2 തൊട്ടടുത്ത് മുമ്പുള്ള ഇതിനെ സ്ലോപ്പ് എന്ന് വിളിക്കും, ഇതിനെ വൈ ഇന്റർസെപ്റ്റ് എന്ന് വിളിക്കും. അപ്പൊ വൈ ഇന്റർസെപ്റ്റ് ആണ് ആദ്യം ചോദ്യം, അതായത് ഇത് എഴുതി വെച്ചു. പിന്നെ സ്ലോപ്പ് അതും ഇവിടെ എഴുതി വെച്ചു. ഓക്കെ, ഓപ്ഷൻ 2 എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം.